സംസ്ഥാനത്തെ രാഷ്ട്രീയ നേതാക്കൾക്ക് ഏറ്റവും അനുകരിക്കാനാവുന്ന വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള. കർമ്മപദത്തിലെ കർത്തവ്യങ്ങൾ അവസാനിപ്പിച്ച് തെന്നല കാലയവനികയ്ക്കുള്ളിൽ മറയുമ്പോൾ ബാക്കി വയ്ക്കുന്നത് ആർക്കും അനുകരിക്കാൻ കഴിയാത്ത ത്യാഗോജ്വലമായ ജീവിതം കൂടിയാണ്. കേരള രാഷ്ട്രീയത്തിന് ശൂരനാട് സംഭാവന നൽകിയ സംശുദ്ധ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു അന്തരിച്ച ശൂരനാട് തെന്നല ജി ബാലകൃഷ്ണപിള്ള. ദീർഘനാൾ MLA ആയും KPCC പ്രസിഡന്റായും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ തിളങ്ങി നിന്ന ബാലകൃഷ്ണപിള്ള തനിക്ക് ലഭിക്കുമായിരുന്ന മന്ത്രിക്കസേരകൾ പോലും മറ്റുള്ളവർക്ക് നൽകി മാതൃക കാട്ടിയ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. 2001 മാർച്ച് 8 തെന്നല ബാലകൃഷ്ണപിള്ളയുടെ നവതി ആഘോഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ശൂരനാട് വടക്ക് പാറക്കടവ് തെന്നല കുടുംബത്തിൽ ഉദ്ഘാടനം നടത്തിയിരുന്നു. സാറിൻ്റെ തറവാട് വീടാണിത്. അദ്ദേഹം ജനിച്ചു വളർന്ന തെന്നല തറവാടെന്ന് പറയുന്ന വീടാണിത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിൽ ഈ വീട്ടിൽ ആഘോഷിച്ചത് അദ്ദേഹത്തിൻ്റെ നവതി ആഘോഷമായിരുന്നു. അത് വളരെ ഗംഭീരമായി ഈ നാടൊന്നാകെ ആഘോഷിച്ചു. ഈ വീട്ടിലും വലിയ സമ്മേളനങ്ങളും വേദിയും ശൂരനാട് ഗവൺമെൻറ് ഹൈസ്കൂളിൽ വലിയ ആഘോഷ പരിപാടികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ ഉൾപ്പെടെയുള്ള മന്ത്രിമാരും എല്ലാ നേതാക്കന്മാരും രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും പങ്കെടുത്ത ഒരു ചടങ്ങായിരുന്നു. അതുപോലെ അന്ന് ഭയങ്കര വൻ സദ്യ നടത്തി. അഴകിയ ക്ഷേത്രത്തിൽ വെച്ച് ആറന്മുള വള്ളംകളി ആറന്മുള സദ്യ, അങ്ങനെ സദ്യ ഉൾപ്പെടെ വളരെ ആഘോഷപരമായി ആർഭാടമായി അദ്ദേഹത്തിൻ്റെ നവതി ആഘോഷം അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ നടത്തണമെന്ന് അത് ശൂരനാട് കേരളം ഒട്ടാകെ അറിയപ്പെട്ട ഒരു ഉത്സവം മാതിരിയായിരുന്നു തെന്നല സാറിൻ്റെ നവതി ആഘോഷം. വളരെ ഗംഭീരമായി നടത്തിയിരുന്നു. കേരള രാഷ്ട്രീയ പൊതുപ്രവർത്തന മേഖലകളിൽ എന്നും വേറിട്ട മുദ്ര പതിപ്പിച്ച് മാതൃകയായ തെന്നല ബാലകൃഷ്ണപിള്ളയുടെ ഭൗതിക ശരീരം 7 രാവിലെ 10 മുതൽ KPCC ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വെച്ച ശേഷം 1 മണിയോടെ ശാന്തി കവാടത്തിൽ അന്ത്യവിശ്രമത്തിനൊരുക്കും. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.